വെറും സ്വാഭാവികമായി നമുക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് പോകാം അല്ലേ? കാരണം ഇന്ന് അമിത്ഷാ ഹരിപ്പാട് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര മന്ത്രിമാർ, BJP ദേശീയ നേതൃത്വം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല നേതാക്കൾ ആ ആവേശക്കടലിന്റെ ഭാഗമാവുകയാണ്. അതേസമയം തന്നെ LDFന്റെയും UDFന്റെയും ഭാഗത്ത് ആ ഒരു പ്രചാരണത്തിൽ ആ ഒരു മന്ദഗതി കാണുന്നുണ്ട്. കാരണം BJP നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ, കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം വരാൻ ആരുമില്ല. ഒരു പ്രകാശ് കാരാട്ട് ഇന്ന് തൃക്കരിപ്പൂരിൽ മാത്രമല്ല ഈ രാഹുൽ വരുന്ന സമയത്ത് പണ്ട് ഈ മറ്റ് മലയാളം മാധ്യമങ്ങൾ വലിയ ബൂസ്റ്റിംഗ് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവർക്ക് പോലും ബോറായി തുടങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് മലയാളത്തിലെ ജനം TV അല്ലാത്ത മാധ്യമങ്ങൾ ഈ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് എന്തോ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്ന പോലെ ലൈവും കവറേജ് കൊടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ആ മറ്റു മാധ്യമങ്ങൾക്ക് പോലും മടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ ഈ അമിത്ഷായും പ്രധാനമന്ത്രിയൊക്കെ എത്തുമ്പോൾ ഒരു ജനസാഗരം എന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. ആ ആവേശം ഇപ്പുറത്ത് കിട്ടാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ പോലും രാഹുലിനെ കാരണം പ്രിയങ്കയായാലും രാഹുലായാലും വന്നാൽ ഒരു സാധാരണ ആൾക്കൂട്ടത്തിൽ എന്നൊരു വലിയ ഒരു ജനാവലി അവിടെ എത്തുന്നില്ല. കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ വരുന്നു, എന്തൊക്കെയോ പ്രഖ്യാപനം നടത്തുന്നു, പിന്നെ ഇവരെ മണ്ഡലത്തിൽ പോലും കാണുന്നില്ല പ്രിയങ്ക അടക്കമുള്ള നേതാക്കളെ. ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കാണാം. വോട്ട് വാർത്തകൾ. IIC ലക്ഷ്യ വോട്ട് വാർത്ത brought to you by Learn ACCA Integrated BCom only from Indian Institute of Commerce, Lakshya. in association with We will treat you well. Astor Men's Hospital, Calicut. യെസ് KP, നമുക്കെന്തായാലും 3 റീജിയനുകൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. കാരണം കലാശക്കൊട്ട് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 3 ദിവസങ്ങൾക്കപ്പുറം നമ്മുടെ ഈ സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അപ്പോൾ 3 റീജിയനുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ രാവിലെ തന്നെ തയ്യാറാണ്. ഇന്നത്തെ ഏതൊക്കെ കേന്ദ്ര നേതാക്കൾ ആ മണ്ഡലങ്ങളിൽ ഓരോ റീജിയനുകളിലുമുണ്ട്, ഓരോ മണ്ഡലങ്ങളിലുമുണ്ട്. ഒപ്പം കലാശക്കൊട്ടിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് തലസ്ഥാനത്തു നിന്ന് തുടങ്ങാം അല്ലേ? വീണ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. വീണ, ഗുഡ് മോർണിംഗ്. ഏതായാലും കലാശക്കൊട്ട് നാളെ വൈകുന്നേരം നടക്കാൻ പോകുന്നു. ഇനിയും പരസ്യ പ്രചരണം ശേഷിക്കുന്നത് ഇന്നത്തെ ഈ പകലും വരുന്ന രാത്രിയും നാളത്തെ പകലും മാത്രമാണ്. നാളെ വൈകിട്ട് 6 മണിയായി കഴിഞ്ഞാൽ ഈ വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? ഇന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് കേരളത്തിൽ പ്രചരണത്തിനായി എത്തുന്നത്? വീണ. ഗുഡ് മോർണിംഗ് ഗൗതം ആൻഡ് KP. പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മുന്നണികളും സജീവമായി തന്നെയുണ്ട്. കൊണ്ടും കൊടുത്തുമൊക്കെയുള്ള പ്രചരണം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടത്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ചുരുങ്ങിയ ദിവസം വിഷയമല്ല എന്ന് പറയുന്ന മുന്നണികളെയും നമ്മൾ കണ്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ ഡീൽ വിവാദം, ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ വിശ്വാസി സംരക്ഷണം, വികസന മുരടിപ്പ്, അതുപോലെ തന്നെ FCR, ഈ വിഷയങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ശക്തമായി ചർച്ചയായ വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ സജീവമായി തന്നെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട് എന്നുള്ളതാണ്. 140 മണ്ഡലങ്ങളിലും സജീവമായിട്ടുള്ള പ്രചരണം തന്നെയാണ് ഇന്ന് രാത്രിയും നാളെയുമായി നടക്കുക. പരമാവധി വോട്ടർമാരെ കാണുക, അവരുടെ മനസ്സിൽ പരമാവധി ചിഹ്നവും ആ പേരും ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ച് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകരണവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന പങ്കാളിത്തവും ഒരു ഭാഗത്ത് ചർച്ചയാകുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പട്ടിക കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം, അത്തരത്തിലുള്ള ചർച്ചകൾക്കോ ഒന്നും വഴിവെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്റ്റാർ മണ്ഡലങ്ങളിലടക്കം A+ മണ്ഡലങ്ങളിലടക്കം സ്റ്റാർ കാൻഡിഡേറ്റിന് ഇറക്കിയുള്ള ശക്തമായ പ്രചരണം തന്നെയാണ് നടത്തിയത്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 14 നിയോജക മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്തെടുത്ത് മികച്ച രീതിയിൽ തന്നെയാണ് BJPയുടെ പ്രചരണം നടക്കുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതുപോലെ തന്നെ കാട്ടാക്കട, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട A+ മണ്ഡലങ്ങളിൽ അടക്കം മികച്ച രീതിയിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. വലിയ തരത്തിൽ തലസ്ഥാനത്ത് ആവേശം സൃഷ്ടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ജനസാഗരത്തിന് മുന്നിലാണ് കാട്ടാക്കടയിൽ ഓളം തീർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇരട്ടി ആവേശം നൽകിയത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ആവേശം നൽകുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ്. മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരം നഗരസഭ മികച്ച രീതിയിൽ തന്നെ ഭരണം കയ്യേറി അത്
നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ജനങ്ങളിലും BJPയോടുള്ള സ്വീകാര്യത വർദ്ധിച്ചൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്നും കേന്ദ്ര നേതാക്കളടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. നിതിൻ നബി അടക്കം പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ഇന്ന് വൈകിട്ട് 5:30-5:30 കഴക്കൂട്ടത്ത് നിതിൻ നബി പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നത്. സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസവും ഈസ്റ്റർ ദിവസവും ഒക്കെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു. ഒപ്പം തന്നെ ദേവാലയങ്ങളിലെത്തി സ്ഥാനാർത്ഥികളുമായി ഈ വോട്ടർമാരുമായി സ്ഥാനാർത്ഥികൾ സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പലതരത്തിലുള്ള ക്യാമ്പ്, അതായത് ഗ്രഹസമ്പർക്കം അടക്കമുള്ള പരിപാടികൾ പൂർത്തിയാക്കിയിരുന്നു. റോഡ് ഷോകൾ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കീ വോട്ടേഴ്സിനെ കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ തരത്തിൽ പ്രചാരണം കൊഴുത്തും ഒക്കെ മുന്നേറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ വൈകിട്ടാണ് കലാശക്കൊട്ട്. പിന്നെ നിശബ്ദ പ്രചരണമാണ് ഒരു ദിവസമുള്ളത്. അന്നും ഫോണിലൂടെയും ഒക്കെ വോട്ട് വീണയിലേക്ക് എത്താം. മധ്യ കേരളത്തിലെ വിശേഷങ്ങൾ പറയാൻ KP നിഷയുണ്ട്. നിഷ, ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പല മുന്നണികൾക്കും വളരെ പ്രാധാന്യത്തോടെ വോട്ട് കിട്ടേണ്ട ഒരിടമാണ് മധ്യ കേരളം. പ്രത്യേകിച്ച് തുടർ ഭരണത്തിന് ലഭിക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അവരുടെ ഒരു സ്വാധീന കേന്ദ്രമായിട്ടുള്ള ജില്ലയാണ്. അവിടെ ആ സ്വാധീനം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അപ്പോഴാണ് NDAയിലേക്ക് വളരെ സ്വാധീനമുള്ള, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലൊക്കെ സ്വാധീനമുള്ള 2020യുടെ കടന്നുവരമുണ്ട്. അപ്പോൾ 2020 എങ്ങനെയാകും ഈ തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകുമല്ലോ മധ്യ കേരളത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നത്. ഒപ്പം ഇന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ അവിടെ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മധ്യ കേരളത്തിൽ പ്രചരണത്തിൽ സജീവമാകുന്നുണ്ട്? ഹരിപ്പാട് അമിത്ഷാ എത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഗൗതം, KP ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തവണ NDA കൂടി, അതായത് എറണാകുളം ജില്ലയിലും ഒക്കെ തന്നെ വലിയ സ്വാധീന ശക്തിയാകാൻ സാധിച്ചിട്ടുള്ള 2020 കൂടി NDAയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ശക്തമായ മത്സരം തന്നെയാണ് പലയിടങ്ങളിലും നടക്കുക. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ A+ മണ്ഡലമാണ്. തൃപ്പൂണിത്തുറയിൽ 2020യുടെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ മത്സരിക്കുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത മണ്ഡലമായ തൃക്കാക്കരയിൽ അഖിൽ മാരാർ മത്സരിക്കുന്നു. അങ്ങനെ വലിയ ശക്തമായൊരു മത്സരം തന്നെയാണ് എറണാകുളം ജില്ലയിൽ പല ഇടങ്ങളിലും നടക്കുന്നത്. 3 മുന്നണികളും, അതായത് നമുക്കറിയാം ഈ ഒരു മാസം പോലും തികച്ചില്ലാത്ത ഒരു പ്രചാരണമായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനും ഒപ്പം തന്നെ 2020യുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും ഈ അഖിൽമാരും അഞ്ജലി നായരും ഒക്കെ തന്നെ ഈ 2020യുടെ ഭാഗമായി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയടക്കം പല സ്ഥലങ്ങളിലും UDF ശക്തി കേന്ദ്രമെന്ന് പറയുമ്പോൾ പോലും അവിടെയൊക്കെ തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലം UDFന്റെ കുത്തകയാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ NDAയുടെ PR ശിവശങ്കരൻ മത്സരിക്കുന്നു. കാരണം വലിയ വികസന, അതായത് NDA സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രചാരണ കാലത്തുടനീളം ജനങ്ങളെ കണ്ടത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ എറണാകുളം ജില്ലയിലാണ്, അതായത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയതും കലൂരിൽ നിന്ന് റോഡ് ഷോ നടത്തിയതുമൊക്കെ. അന്ന് തൊട്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിലേക്ക് ജില്ല ആയിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പല സമയങ്ങളിലായി ദേശീയ നേതാക്കളും ഒക്കെ അടക്കമുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തിയിരുന്നു. അമിത്ഷാ ഇന്നലെ തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ അടക്കം ഹരിപ്പാട് നടക്കുന്നുണ്ട്. അതിനു മുൻപുള്ള ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത റോഡ് ഷോ പെരുമ്പാവൂരിലുണ്ടായിരുന്നു. 2020 സ്ഥാനാർത്ഥി GB പാത്യാക്കലിന് വേണ്ടി റോഡ് ഷോ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരുന്നു. നമുക്ക് ഈ പ്രധാനമായും ഈ റോഡ് ഷോകളിലടക്കം കാണാൻ കഴിയുന്നത് വലിയ ഒരു ആവേശമാണ് ജനങ്ങൾ. നിഷ പറഞ്ഞതുപോലെ തന്നെ മധ്യകേരളത്തിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിപ്പാട് ഉണ്ട്. ഒപ്പം പല നേതാക്കളും ഈ ഒരു പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയാണ്. മധ്യകേരളം ഗൗതം പറഞ്ഞതുപോലെ തന്നെ 2020യുടെ ഒരു കടന്നുവരവോടുകൂടി NDA മുന്നണിയിലേക്കുള്ള കടന്നുവരവോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെയാണ്. ഇനി കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് നിന്നും
ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ തെക്കൻ കേരളത്തിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം, അതിൽ നിന്നും ഏത് രീതിയിലാണ് വടക്കൻ കേരളത്തിൻ്റെ മലബാർ മേഖലയിലെ ചിത്രം വ്യത്യസ്തമാകുന്നത്? ഒരുപക്ഷെ ഈ മധ്യ കേരളത്തിലായി കഴിഞ്ഞാലും തെക്കൻ കേരളത്തിലായാലും ഇടത് വലത് എന്ന രീതിയിലേക്ക്, പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴും ഇക്കുറി ഇടത് വലത് എന്നതിനൊപ്പം തന്നെ ഇന്ത്യയെ എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലം തന്നെയാണ് മഞ്ചേശ്വരം, ഒപ്പം പാലക്കാട് മണ്ഡലങ്ങൾ. ഏത് രീതിയിലാണ് ഈ ഇവിടങ്ങളിലൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നത്? മൂന്നാം നാൾ ജനവിധിയാണ്. എത്രത്തോളം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ NDAയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തെക്കൻ ജില്ലകളും അതോടൊപ്പം തന്നെ മധ്യ കേരളവും ആയിരുന്നു. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറി ശക്തമായി തന്നെ വടക്കൻ കേരളത്തിലും NDAയുടെ ഒരു അടിത്തറ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലം അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം, ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് മാത്രമല്ല, മറ്റു പല മണ്ഡലങ്ങളിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മറ്റു വയനാടും അടക്കമുള്ള ജില്ലകളിലടക്കം കൃത്യമായി തന്നെ NDAയുടെ ഒരു വേരോട്ടവും അവരുടെ പ്രചാരണവും അവരുടെ ശക്തിയുമെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ പ്രചാരണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ല എടുക്കുമ്പോൾ കാസർഗോഡ് സ്വാഭാവികമായും മഞ്ചേശ്വരമായിരുന്നു നേരത്തെ കൂടുതൽ NDAക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായി പറഞ്ഞിരുന്നത്. എങ്കിൽ അതിന് തൊട്ടടുത്തുള്ള നിയമസഭാ മണ്ഡലമായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് മുന്നണികളെക്കാളും വളരെ മുന്നിൽ NDAയുടെ സ്ഥാനാർത്ഥി ML അശ്വനി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വലിയ ഒരു വിജയസാധ്യത അവിടെ പലപ്പോഴും നമുക്കറിയാം രണ്ടാം സ്ഥാനത്താണ് NDA എത്താറുള്ളത്. എന്നാൽ ഇത്തവണ അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ മറ്റു പല മതമൗലികവാദ സംഘടനകളുടെ ഇടത് വലത് കൂട്ടുകെട്ടുകൾ ഒക്കെ മറികടന്നുകൊണ്ട് അവിടെ NDAക്ക് വലിയൊരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ വയനാട് ജില്ലയിലാണെങ്കിലും കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ ഈ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് ജില്ല എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങൾ അതോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം കോഴിക്കോട് ബേപ്പൂരിൽ ഉണ്ട്. കുന്നമംഗലത്ത് പരമ്പരാഗതമായി തന്നെ BJPക്ക് സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇടത് വലത് മുന്നണികളോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപടി മുന്നിലുള്ള ഒരു പ്രചാരണം, പ്രത്യേകിച്ച് നമുക്കറിയാം ദേശീയ നേതാക്കളൊക്കെ ഇവിടെ എത്തി ഈ കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീളം എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യം വടക്കൻ ജില്ലകളിലും നൽകിക്കൊണ്ട് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ബേപ്പൂരിന്റെ മണ്ണിൽ ഇതൊക്കെ വ്യക്തമാണ്. മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ KP തീവാർന്ന പോരാട്ടമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ദേശീയ നേതാക്കൾ ഇന്നുകൂടി സംസ്ഥാനത്ത് വളരെ സജീവമാകും. നാളെ കൊട്ടിക്കലാശമാണ് ഒരു ത്രികോണ മത്സരം അതിശക്തമായ രീതിയിൽ വരുന്നത്. എല്ലാ മണ്ഡലത്തിലും ഇടതോ വലതോ എന്ന ചോദ്യത്തിനപ്പുറം ഇടതുമല്ല വലതുമല്ല ഇന്ത്യയാണ് എന്ന ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതെ, ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട് സൗത്ത് നോർത്ത് അവിടെയൊക്കെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മത്സരം നടക്കുകയാണ്. ഒപ്പം ഇന്നിപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനും ലിയാൻഡർ പേസും ഒക്കെ കേരളത്തിലേക്ക് എത്തുകയാണ്. ലിയാൻഡർ പേസ് ടെന്നീസ് ഇതിഹാസമാണ്. കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നതേ ഉള്ളൂ. അദ്ദേഹം ആദ്യത്തെ പ്രചരണത്തിനായി കേരളത്തിലേക്ക് തന്നെ എത്തുന്നു. കഴക്കൂട്ടത്ത് V മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വളരെ വിശാലമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൻ്റെ 3 മേഖലകളിൽ നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വീണയും കൊച്ചിയിൽ നിന്നും നിഷയും കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനവും നൽകിയത്.